ഉത്തമ പുരുഷങ്ങൾ ഇത്തരം ഭക്തിയുള്ളോർ ഉത്തമമാരിൽ വച്ചിട്ട് ഉത്തമമാരാണിവർ. ഇത്തരം ഭക്തിയുള്ളോർ ത്രിലോകത്തിലാരും ചിത്തത്തിലോർത്താലില്ല നിർണയം. കേവലം നാരായണ ഭക്തിയില്ലാതെ വിപ്രരായവരുടെ ജന്മം ബർദൽ നിഷ്ഫലം. ഭക്തിയുള്ളവർ നീതജാതി എന്നിരിക്കലും ഉത്തമരവർ അതിരില്ല സംശയമേതോ. ബുദ്ധിയും ശാസ്ത്രം ഗുരുസേവയും ദേഹബുദ്ധി സിദ്ധി സൽക്കാര തത്വജ്ഞാന കർമ്മവും ഇല്ല. ഇങ്ങനെ ഇരിക്കുന്ന ഗോപിമാർക്കിദ്ധം ഭക്തി വന്നു വർദ്ധിച്ചതോർത്താൽ എത്രയും അത്യത്ഭുതം. ധന്യമാരാകും ഇവർക്കിതു കാരണം ഭക്തി എന്നല്ല മോക്ഷം സർവസൗഖ്യം വരുന്നു. തന്നുടെ മഹാവ്യാധിക്കുള്ള ഒരു സിദ്ധ ഔഷധം നന്നതറിയാതെ രോഗി താൻ സേവിക്കലും തന്നുടെ മഹാവ്യാധി നശിച്ചു പോലെ തന്നുടെ തത്വമൊന്നും അറിയാതവർകളും തന്നുള്ളിൽ നാരായണ ഭക്തി ഉണ്ടെന്നാകിലോ തന്നുടെ മനസ്സിങ്കൽ വേണ്ടതു സാധിപ്പിക്കൂ. നല്ല സായുജ്യവും കൊടുക്കും എല്ലാവർക്കും. ഗോപികമാരാമിവർ രാസകലിയിലെങ്കിൽ ഗോവിന്ദാശ്ലേഷ നീതി മാർഗാദി നിത്യസുഖം സാധിച്ചാറിതുപോലെ ദേവനാരികൾക്കുമേ സാധിച്ചില്ല. ഇവരുടെ പാതാരവിന്ദ ധൂളി സാധിച്ചു നിൽക്കും വൃന്ദാവനത്തിൽ വാണിയിടുന്നൊരു ആധിക്യതരുവല്ലി എന്നതിലൊന്നായിട്ടു മാമകം ജനിപ്പാനായി കാരുണ്യമുണ്ടാകണം. കാമദ ജഗൽപതേ മാധവ നാരായണ സുന്ദരിമാരാമിവർ പാടിയിടും ശബ്ദം കണ്ടു വന്നിത് ലോകങ്ങൾക്കു കൽമഷാപക ശുദ്ധി ആകയാൽ പതിതമാരായിടും ഗോപീജനപാദപാദങ്ങളായ രേണുക്കൾ കൈക്കൊണ്ടു ഞാൻ ബന്ധിച്ചിടേ എന്നിത്തരമുദ്ധവരും നന്ദിച്ചു ഗോപീജനത്തോട് യാത്രയും ചൊല്ലി നന്ദനോട് അനുജയും കൈക്കൊണ്ടു വന്ദിച്ചുടൽ ചെന്നു തേരതിലേറും നേരത്ത് നന്ദാദികൾ കാഴ്ചകൾ ഓരോതരം നേരത്തിൽ കൊണ്ടുവച്ചിട്ട് ഈശ്വര ഭക്തിയോട് ഇത്തരം ചൊല്ലിടുന്ന ശാശ്വതമൂർത്തിയാകും കൃഷ്ണങ്കൽ സദാഭക്തി നിശ്ചലയായിടണം ഞങ്ങൾക്കു ദിനം തോറും. കായമിങ്ങതു നമസ്കാരാർത്ഥം വന്നിടണം. വൈനാൽ ചൊൽവതൊക്കെ സൽക്കഥയാക വേണം. ചെയ്വതൊക്കെയും വീശപൂജയായി വന്നിടേണം. ദൈവമെല്ലിയേ മറ്റു ഞങ്ങൾക്കു ഗതിയില്ല. ദൈവമെല്ലിയേ
മറ്റു ഞങ്ങൾക്കു ഗതിയില്ല. ഇത്തരം പറഞ്ഞ യജ്ഞീടിനർ ഉദ്ധവനും ചിത്തസൗഖ്യേന മന്ദം മധുരാപുരി. നന്ദാദി ഗോപാലന്മാർ നന്ദിച്ചു നൽകിയൊരു പൊന്നാദി കാഴ്ചയെല്ലാം ഉദ്ധവർ കൊണ്ടുപോയി. നന്ദനന്ദനന്മാർ യാദവേശ്വരനുമായി ഒന്നേ നൽകി. നന്ദഗോകുല വൃത്താന്തങ്ങൾ ഒന്നൊഴിയാതെ ഭക്തി ശോക സ്നേഹാദി രാഗം എന്നിവ നന്ദാത്മജം കേൾപ്പിച്ചത് ഉദ്ധവനും. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ